നമ്മൾ മജോറിറ്റി ആൾക്കാർ പിസ്സ ഇഷ്ടപ്പെടുന്നവരാണ്. പിസ്സ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പിനക്കിൾസ് ആകാം, വെജീസ് ആകാം, മീറ്റ് ആകാം, ചീസ് ആകാം, പല കമ്പണൻസ് ഉണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരികയുള്ളൂ. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിലോ ആ ഒരു ടേസ്റ്റ് എത്താനായിട്ട് ഒരു ചാൻസും തന്നെ ഇല്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ. പല ആർട്സ് ക്ലാസ്സസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോൺസ് ആകാം, ഗോൾഡ് ആകാം, കമ്മോഡിറ്റീസ് ആകാം, സ്റ്റോക്സ് ആകാം, ഈവൻ ലിക്വിഡ് ക്യാഷ് തന്നെ ആകാവുന്നതാണ്. ഇതെല്ലാം തന്നെ പിസ്സയിലെ ഓരോ കമ്പണൻസ് പോലെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ മേജർ ആയിട്ട് ഒരു റോൾ തന്നെ വഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പിസ്സ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും ഒരു നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മറ്റൊരാൾക്ക് സ്യൂട്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. സോ രണ്ടും വേരി ചെയ്യുന്നതാണ്, രണ്ടും ഒരിക്കലും കമ്പയർ ചെയ്യാനേ പാടില്ല. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് പിസ്സ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പല ചേരുവകൾ ചേർക്കാനായിട്ട് മറക്കരുത്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.